നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ വർഷമാണ്. നമുക്കറിയാം, ആകെ 5 കിരീടങ്ങൾ ഈ വർഷം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും അവർ സ്വന്തമാക്കിയിരുന്നു. FA കപ്പ് നേടി, അതുപോലെ തന്നെ യൂറോപ്യൻ സൂപ്പർ കപ്പ് അവർ സ്വന്തമാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ നൽകേണ്ടത് അവരുടെ പരിശീലകനായ പെപ് ഗാർഡിയോളക്ക് തന്നെയാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിന് അർഹമായ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. IFFHSന്റെ ഏറ്റവും മികച്ച ക്ലബ്ബ് പരിശീലകനുള്ള ഈ വർഷത്തെ പുരസ്കാരമാണ് ഇപ്പോൾ പെപ് ഗാർഡിയോള സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് 3ാം തവണയാണ് IFFHSന്റെ ഏറ്റവും മികച്ച ക്ലബ്ബ് പരിശീലകനുള്ള പുരസ്കാരം പെപ്പ് സ്വന്തമാക്കുന്നത്. മുൻപ് 2009, 2011 വർഷങ്ങളിലും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 14 വർഷമായി ടോപ്പ് 5-ൽ സ്ഥിര സാന്നിധ്യമാണ് പെപ് ഗാർഡിയോള. അത്രയും മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 14 വർഷത്തെ ചരിത്രത്തിൽ 37 കിരീടങ്ങൾ പെപ് ഗാർഡിയോള സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ആകെ 281 പോയിന്റാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ കാര്യത്തിൽ നേടിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയാണ്. അദ്ദേഹം 56 പോയിന്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് നാപ്പോളിയുടെ പരിശീലകനായ ലൂസിയാനോ സ്പെല്ലേറ്റി വരുന്നു. 53 പോയിന്റുകളാണ് അദ്ദേഹം ഇപ്പോൾ നേടിയിട്ടുള്ളത്. അദ്ദേഹമാണ് 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അർഹിച്ച മറ്റൊരു പുരസ്കാരം കൂടി ഇപ്പോൾ പെപ് ഗാർഡിയോള സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.